മഹാരാഷ്ട്രയിലെ ബദൽപൂരിൽ ഒരു സ്കൂളിൽ നടന്ന സംഭവം വളരെ ഞെട്ടിക്കുന്നതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും? എങ്ങനെ എന്ത് വിശ്വസിച്ച് രക്ഷാകർത്താക്കളും ബന്ധുക്കളും പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും എന്ന ഒരു ചിന്തിക്കുന്നതായിട്ട് വന്നു. ജനങ്ങൾ അവിടെ ഇളകേണ്ടതായിട്ട് വന്നു. ജനങ്ങൾ ഇളകി, ബഹളമുണ്ടായി. അവിടെ റെയിൽവേ സ്റ്റേഷൻ സ്തംഭിപ്പിച്ചു ജനങ്ങൾ. പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും ജനങ്ങളെ സ്തംഭിപ്പിച്ചു. അവിടെ ജനങ്ങൾ ഒന്നാകെ ഇളകി. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് പറയാൻ പോലും ഒക്കാത്ത കാര്യമാണ്. 3-4 വയസ്സായ 2 പിഞ്ചു പെൺകുഞ്ഞുങ്ങളെ ഒരു വൃത്തികെട്ടവൻ, അക്ഷയ് ഷിൻഡെ എന്ന പേര് ഉള്ള ഒരു വൃത്തികെട്ടവൻ, അവനെ അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ. ഈ 3 വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാൻ പറ്റും? അതിനെ എങ്ങോട്ട് വിളിച്ചാലും ആര് വിളിച്ചാലും പോവും. അവർ വളറബിളാണ്, പോവും. 3-4 വയസ്സുള്ള ഈ 2 കുഞ്ഞുങ്ങളെ ഇവൻ മനുഷ്യനാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും മനുഷ്യനായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ ഒക്കത്തില്ല ഇവനൊക്കെ. തെലുങ്കാനയിലൊക്കെ അന്ന് നീതി നടപ്പാക്കില്ല, നമ്മൾ കണ്ടല്ലോ. എങ്ങനെ കുറ്റം പറയാൻ പറ്റും നമുക്ക് അതിനെ? ഇങ്ങനെയുള്ളവന്മാര് ഇതുപോലുള്ളവനെ ജീവിച്ചിരിക്കാൻ അനുവദിക്കാൻ പാടും. അത്രത്തോളം വൃത്തികെട്ടവനല്ലേ അവൻ. അവനെ 24 വയസ്സുള്ളവനാണ്, അക്ഷയ് ഷിൻഡെ. ഏതായാലും അതിലും വളരെ ഗുരുതരമായ ഒരു കാര്യം ഉണ്ടായത് അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പരാതിയായിട്ട്, അതായത് ഈ കുഞ്ഞ് ആ വീട്ടിൽ ചെന്ന് പറഞ്ഞു. 4 വയസ്സുകാരി ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 3 വയസ്സുകാരി പറഞ്ഞു. അന്നേരം ആ 4 വയസ്സുകാരിക്ക് ഉപദ്രവം ഉണ്ടായത് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ബഹളമായത്. ഇതിന്റെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് കൊടുക്കാനായിട്ട്, പരാതി കൊടുക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്താ, ഒരു സ്ത്രീ പോലീസ്. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. പെൺ പോലീസാണ്. ഇവിടുത്തെ പോലീസ് എത്രയോ നല്ലത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പറഞ്ഞ എന്തെന്നറിയോ? CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ ഒക്കത്തില്ല. അതായത് ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിക്കാൻ ഒരുത്തൻ പിടിച്ചോണ്ട് വന്നത് CCTV കാണണം, പീഡിപ്പിക്കുന്നത് വിവരം CCTV കാണണം. അതിലും നല്ലത് അവൻ മൈക്ക് കെട്ടി വെച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പീഡിപ്പിക്കാൻ പോവാണ്, എല്ലാവരും നോക്കിക്കോണം, എല്ലാവരും മനസ്സിലായിക്കോണം, ഞാൻ പീഡിപ്പിക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചാൽ പോരെ. അതിന് CCTV ദൃശ്യങ്ങളില്ലെന്ന്. ഇതിന്റെയൊക്കെ തലയിൽ എന്താണ് ഈ പോലീസുകാരുടെ? ഏതായാലും ആ ഒരു വുമൺ ഇൻസ്പെക്ടർ ഉൾപ്പെടെ, ഏതായാലും ചാർജ് ഉണ്ടായിരുന്ന വനിതാ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യലൊക്കെ സർവീസിൽ നിന്ന് പറഞ്ഞയക്കണം. അതാ ചെയ്യേണ്ടത്. എന്തിനു സസ്പെൻഡ് ചെയ്യുന്നു? കാരണം ഇത്രയും തോന്നിവാസം കാണുന്ന ഇത് വീണ്ടും ഇതിനെ സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചെടുത്ത് ഇങ്ങോട്ട് സർവീസിലല്ലേ വരേണ്ടത്. ഈ രീതിയിൽ തലയിലൊന്നുമില്ല. അതായത് ബലാത്സംഗ കേസ് കൊണ്ടുവരുന്നു, പീഡന കേസ് വരുന്നുണ്ടേ അതിന്റെ CCTV ദൃശ്യങ്ങളില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ ഒക്കത്തില്ല. ഇതാണ് കാര്യം. സ്വന്തം വീട്ടിലായത് സംഭവിക്കുന്നെങ്കിൽ CCTV ദൃശ്യങ്ങളിനകത്ത് ഇത് പിടിച്ചു വെക്കുവോ? ഇല്ലല്ലോ. ഇവരൊക്കെ തിരിച്ചറിയേണ്ടത് അവർക്കും മക്കളുണ്ടെന്നും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അവർ തിരിച്ചറിയണം ഇത്. ആ തിരിച്ചറിവില്ല. ഏതായാലും മഹാരാഷ്ട്ര ഗവൺമെന്റ് അവരെ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയോ? ഇനി അടുത്തത് ഇതിനകത്തൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പെട്ടെന്ന് അങ്ങ് അപ്പോയിന്റ് ചെയ്തു. അത് നമ്മൾ ഉജ്ജ്വൽ നിഗം എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തവണ തോറ്റുപോയതാണ്. അയാളെയാണ്, അതായത് MP ആയിട്ട് മത്സരിച്ച് അതായത് തോറ്റുപോയ ആളാണ് ഉജ്ജ്വൽ നിഗം, BJPയുടെ സ്ഥാനാർത്ഥി. ഈ സ്കൂള് BJPക്കാരുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. അവരാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉജ്ജ്വൽ നിഗത്തിനെ അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ അതിനെതിരെ നാട്ടുകാർ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ ഉജ്ജ്വൽ നിഗം പറയുന്നത് എന്തെന്നറിയോ? എന്റെ ജോലി വേറെ, രാഷ്ട്രീയം വേറെ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നത്. ഇനിയെങ്കിലും ആ പിള്ളേർക്ക്, ആ കുട്ടികൾക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതുപോലെ ഒരു പ്രോസിക്യൂട്ടറെ പിടിച്ചു വെച്ചാൽ? കാരണം അതേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അയാളെ തന്നെ അങ്ങോട്ട് വെച്ചേക്കാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്ന കൊള്ളാവുന്ന ഒരു നല്ല വക്കീലിനെ എടുത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറാക്കി, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കി വെക്കുന്നതിന് പകരം ചെയ്തേക്കുന്ന പണി ഇതാണ്. അയാളല്ലാതെ വേറെ ആരും നിയമം അറിയാവുന്നവരില്ലേ? ഇത് മനഃപൂർവ്വമാണ്. ഈ കേസ് ഒതുക്കണം, അതാ വേണ്ടത്. ആവുന്ന പണി ആദ്യം ഒതുക്കാൻ നോക്കി. അങ്ങനെയാണല്ലോ പോലീസുകാർ വരെ പറഞ്ഞത് CCTV ദൃശ്യമില്ലാതെ കേസെടുക്കാൻ പറ്റത്തില്ലെന്ന്, പീഡന കേസിൽ. അത് കഴിഞ്ഞാണ് ഇപ്പം അവസാനത്തെ പരിപാടിയായി ചെയ്തു വെച്ചേക്കുന്നത് ഈ കേസും തീർക്കണം, അതിനെ ഒതുക്കി തീർക്കണം. അതിനു വേണ്ടിയാണ് ഇതേപോലുള്ളൊരു പ്രോസിക്യൂട്ടർ നിയമിച്ചേക്കുന്നത്. ഇതൊക്കെ തെറ്റായ തീരുമാനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ജനങ്ങളെ വഞ്ചിക്കലാണ്. പാവങ്ങൾക്ക് നിവൃത്തിയില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെ എന്ത് വിശ്വസിച്ച് നമ്മൾ സ്കൂളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ, ഈ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ
ഇതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞു പോലും നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഞെട്ടിപ്പോയി.